തട്ട്. ഇസ്നാദു അദ്ദ, അദ്ദയെ നീ ചേർക്കുക ഇലൽ ദമാഇരി, ദമീറിലേക്ക്. അദ്ദ, ഇത് അദ്ദ ചേർത്തണം അല്ലേ. അത് മാലിയാണ് കേട്ടോ. ഹാമിദുൻ അദ്ദ, ഹാമിദ് എണ്ണി. അൽ ഔലാദു അദ്ദു, ആൺകുട്ടികൾ എണ്ണി. ആമിനത്തു അദ്ദദ്, ആമിന എണ്ണി. അൽ ബനാത്തു അദദ്ന, അൽ ബനാത്തു അദദ്ന, പെൺകുട്ടികൾ എണ്ണി. അന്ത അദദ്ത, നീ ഒരു പുരുഷൻ എണ്ണി. അൻതും അദദ്തും, നിങ്ങൾ കുറേ പുരുഷന്മാർ എണ്ണി. അൻതി അദദ്തി, നീ ഒരു സ്ത്രീ എണ്ണി. അൻതുന്ന അദദ്തുന്ന, നിങ്ങൾ കുറേ സ്ത്രീകൾ എണ്ണി. അന അദദ്തു, ഞാൻ എണ്ണി. നഹ്നു അദദ്ന, നമ്മൾക്കതത്ര വലിയ ബുദ്ധിമുട്ടില്ല, ഞങ്ങൾ എണ്ണി. ഇസ്നാദു ചേർക്കുന്നു, എന്താ യഉദ്ദൂന ചേർക്കുന്നു ദമീറിലേക്ക്, മുളാരിഇനെ കേട്ടോ. ഹാമിദുൻ യഉദ്ദു, ഹാമിദ് അവൻ എണ്ണുന്നു. അൽ ഔലാദു യഉദ്ദൂന, ആൺകുട്ടികൾ അവരെണ്ണുന്നു അല്ലെങ്കിൽ എണ്ണും. ആമിനത്തു തഉദ്ദു, ആമിന എണ്ണുന്നു. അൽ ബനാത്തു യഉദൂദന, പെൺകുട്ടികൾ അവരെണ്ണുന്നു. അൻത തഉദ്ദു, നീ ഒരു പുരുഷൻ എണ്ണുന്നു. അൻതും തഉദ്ദൂന, നിങ്ങൾ കുറേ പുരുഷന്മാർ എണ്ണുന്നു. അൻതി തഉദ്ദീന, നീ ഒരു സ്ത്രീ എണ്ണുന്നു. അൻതുന്ന തഅദൂദന, നിങ്ങൾ കുറേ സ്ത്രീകൾ എണ്ണുന്നു. അന അഉദ്ദു, ഞാൻ എണ്ണുന്നു. നഹ്നു നഅദ്ദു, ഞങ്ങൾ എണ്ണുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിയണതാണ്. ഞാൻ അതിൽ നീട്ടി പരത്തുന്നില്ല കേട്ടോ, ഇതെല്ലാം അറിയുന്ന കാര്യങ്ങളാണല്ലോ. ഇസ്നാദുൽ ഫിഅലിൽ അംറി, അംറ് ഫിഅലിനെ ചേർക്കുന്നു. എവിടേക്കാ? മിൻ അദ്ദ ലമീറിലേക്ക് കേട്ടോ. അംറ് ഫിഅൽ. ഉദ്ദ യാ ഹാമിദു, ഹാമിദേ നീ എണ്ണ്. ഉദ്ദ, അവിടെ നമ്മൾ മുളഅഫായ ക്രിയകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. മുളഅഫായ ക്രിയകൾ, മുളഅഫ് അറിയാലോ, ശ്രദ്ധ വരുന്ന ക്രിയകൾ സുക്കൂനുൽ മുഖദ്ദറയിലാണ് ജസ്മു ചെയ്യുക കേട്ടോ. സുക്കൂനുൽ മുഖദ്ദറയിലാണ് ജസ്മു ചെയ്യുന്നത്. ജസ്മു ചെയ്യുന്നത് സുക്കൂനുൽ മുഖദ്ദറ, സുക്കൂനുൽ മുഖദ്ദറയിലാണ്. അപ്പോൾ ഫിഅലുൻ ജസ്മു ചെയ്യുമ്പോൾ ഇവിടെ ജസ്മു വേണമല്ലോ. ഇവിടെ ഒരാളാവുമ്പോൾ നമ്മൾ എന്തായാലും ജസ്മു വേണമല്ലോ, വേണ്ടേ? ഉദ്ദ യാ ഹാമിദു, ഹാമിദേ ഉദ്ദ, നീ എണ്ണ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ജസ്മു ചെയ്യണം. അപ്പോൾ അവിടെ ഫിഅൽ അംറിൻ മബനിയുൻ അലസ്സുക്കൂനിൽ മുഖദ്ദറ കേട്ടോ. പിന്നെ വൽ ഫായിലു ദമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത, ഹർഫു നിദാ മുനാദ. ഇനി ഉദ്ദു യാ ഔലാദു, ആൺകുട്ടികളെ നിങ്ങൾ എണ്ണ്. അവിടെ നമ്മൾ എന്താണ് മബനി ചെയ്യേണ്ടത്? എങ്ങനെയാ? അംറിൻ മബനിയുൻ ഹദ്ഫി നൂനി, നൂനിനെ കളഞ്ഞിട്ടാണ് കേട്ടോ. ഉദ്ദി യാ ആമിനത്തു, ആമിന നീ എണ്ണ്. അവിടെയും നൂനിനെ കളഞ്ഞിട്ടാണ് പിന്നെ എന്ത് ചെയ്യുക, മബനിയാക്കുന്നത് കേട്ടോ. ഉദ്ദി ഫീലു അംറിൻ മബനിയും അല്ല ഹദ്ഫി നൂനി. അടുത്തെന്താ? ഉഅ്ദുദന, അത് പഠിക്കുക തന്നെ വേണം കേട്ടോ. ഉഅ്ദുദന യാ ബനാത്തു, പെൺകുട്ടികളെ നിങ്ങൾ എണ്ണ്, കൗണ്ട് ചെയ്യുന്ന അറിയില്ല. ഉഅ്ദുദന അവിടെ സുക്കൂനിലാണ് കേട്ടോ. സുക്കൂനിൽ മുഖദ്ദറയൊന്നുമില്ല, സുക്കൂൻ നമുക്ക് കാണാം, ദാലിന് സുക്കൂനുണ്ട് അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്തത് തഅമ്മൽ, നീ ചിന്തിക്കണം. ഇസ്തിഅമാലൽ കലിമത്തൈനി, ഈ രണ്ട് പദങ്ങളുടെ ഉപയോഗം നീ ചിന്തിക്കണം. ഇത് മാറ്റിയില്ലേ. ഈ രണ്ട് പദങ്ങളുടെ ഏതൊക്കെയായിരുന്നു? ഖത്തു എന്നതും അബദൻ എന്നതും. ഖത്തു എന്നതും അബദൻ എന്നതും, ആ രണ്ട് പദങ്ങളുടെ ഉപയോഗം നീ ചിന്തിക്കണം. ഇതിൻ്റെ ഉപയോഗം, ഖത്തു എന്ന് പറഞ്ഞാൽ തീരെ, ഒരിക്കലും. അബദൻ എന്ന് പറഞ്ഞാലും ഒരിക്കലും എന്നാണ്. രണ്ടും ലർഫു സമാനാണ്. പിന്നെ ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മുത്തഹസ്സു, അത് പ്രത്യേകപ്പെടുത്തുന്നു ബിസമനിൽ മാലി. അത് ഇതിൻ്റെ കൊടുത്തുള്ള അബദന് മാത്രം കേട്ടോ. അബദൻ്റെ മാത്രം എന്താണെന്ന് വെച്ചാൽ അത് പ്രത്യേകപ്പെടുത്തുന്നത് മാലിയായ ഫിഅലിലാണ്. മുത്തഹസ്സു ബിസമനിൽ മാലി വയുസ്ബിഖു നഫി മുസ്തഖ്ബൽ, നഫി കടന്നു വരുന്നു. പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഉദാഹരണം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. എന്തായിരുന്നു? മാ ഫഅൽതു ഹാദാ ഖത്തു, മാ ഫഅൽതു. അല്ലാഹ്, ഞാനത് മാൻ്റെ പുതിയൊരു പ്രയോഗം പഠിച്ച് ഇൻഷാ അല്ലാഹ് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. മാ ഇന്ദി സയ്യാറത്തു എന്നാണ് അവിടുത്തൊക്കെ നമ്മൾ പറഞ്ഞതല്ലാത്ത രീതിയിൽ അറാബ് ചെയ്യുന്നൊരു രീതിയുണ്ട്. ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ ബുക്കിൽ അത് വരുന്നുണ്ട്, മാൻ്റെ ഒരു ഉപയോഗം. ഇവിടെ പറയാം. മാ ഫഅൽതു, ഫഅൽതു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു അല്ലേ. മാ ഫഅൽതു ഞാൻ ചെയ്തിട്ടില്ല. ഹാദ ഇത്. ഖത്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും, ഞാനിത് ഒരിക്കലും ചെയ്തിട്ടില്ല, ഞാനിത് തീരെ ചെയ്തിട്ടില്ല. കണ്ടോ? മാ ഫഅൽതു ഹാദ ഖത്തു, ഞാനിത് തീരെ ചെയ്തിട്ടില്ല, കണ്ടോ?
എവിടെയാ വന്ന് കത്തു എവിടെ വന്ന് ഒരിക്കലും തീരെ എന്നൊക്കെ പറയുന്ന അർത്ഥം കിട്ടിയില്ലേ? എവിടേക്കാണ് വന്നിട്ടുള്ളത്? ചെയ്തിട്ടില്ല. മാലിയിലാണ് കത്ത് വന്നിട്ടുള്ളത് അല്ലേ? കത്ത് വന്നത് മാലിയിലാണ് കേട്ടോ. ഒരിക്കലും എന്നുള്ള അർത്ഥം. ഒരിക്കലും ചെയ്തിട്ടില്ല. നഫി ഉണ്ട്, മാലിയിലാണ് വരുന്നത്. അത് ടീച്ചറെ നെഗേഷൻ ചെയ്യാനാണോ ഈ കത്ത് ഉപയോഗിക്കുന്നത്? നെഗേഷനും ആയല്ലേ വന്നിട്ടുള്ളത്, ഒരിക്കലും, നെവർ. നെഗേഷന് മാറുന്നില്ലേ? ചെയ്യില്ലെന്നാണോ? ചെയ്യില്ലെന്നാണോ? ചെയ്തിട്ടില്ലെന്നോ? നെഗേഷന് നമ്മൾ എന്താ വരുന്നത്? ആയാണ്. പക്ഷെ കത്തു പറയുമ്പോ അതിന് ലൊർഫാണ്. അത് ലൊർഫാണ്. ഓക്കെ, ആ നെഗേഷൻ അങ്ങനെ വരുന്ന നെഗേഷൻ വരുന്ന വാചകത്തിൽ വരുന്ന ഒരു ലർഫ് ജമാനാണത്. മനസ്സിലായോ? അതൊരു ലർഫ് ജമാനാണ്. അത് മാലിയിൽ വരുന്നതാണ്. അതെന്തിനാ വരുന്നത്? നഫി വരുമ്പോൾ, കടന്നു വരുമ്പോൾ നമ്മൾ അതിനെ പ്രത്യേകപ്പെടുത്തുന്ന ഒരു ലർഫ് ജമാനാണ്. മാത് വരുമ്പോഴല്ലേ എല്ലാന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് അർത്ഥം? കത്തൂന് എല്ലാന്ന് കിട്ടും. ഒരിക്കലും നല്ല അർത്ഥം കിട്ടുള്ളൂ. നമ്മളെ അതിനെ ഒന്നുകൂടി ഉറപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളതല്ലേ കത്തു. അതാണ് ഞാൻ ചോദിക്കുന്നത്. എംഫസിസ് വാക്ക് കൊടുത്തിട്ടുണ്ടോ കത്തുന്റെ ഇറാബില്? ഞാൻ ചോദിക്കുന്നു, കത്തുന് നിങ്ങൾ ഇറാബ് ചെയ്യുമ്പോൾ ലർഫ് ജമാൻ എന്നല്ലേ കൊടുക്കുള്ളൂ? അവിടെ നിങ്ങൾ എംഫസിസ് വാക്ക് പറയാറുണ്ടോ? ഞാൻ ചോദിക്കുന്ന ഇതാണ്. അങ്ങനെ കണ്ടോ നിങ്ങള്? ഞാൻ ആ വാക്ക് നിങ്ങൾ അത് എടുത്ത് പറഞ്ഞ കാരണം ഞാൻ ചോദിച്ചതാണ്. ഞാനതല്ല ചോദിക്കുന്നത്. അപ്പൊ ഒരിക്കലും എന്ന് പറയുമ്പോ നമ്മളത് പറയില്ലേ? അപ്പൊ അബദ്ധം ആദ്യം പറഞ്ഞപ്പോ നമ്മള് പറഞ്ഞില്ലേ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടാ. ഓക്കെ, അപ്പൊ ഇത് മബനിയാണ് കേട്ടാ. മബനീൻ അലാ ദമ്മി ദായിമൻ ഫീ മഹലി നസ്ബിൻ മഫൂലുൻ ഫീഹി ലർഫു സമാൻ ലായോ ലമ്മോ ലായൊക്കെ വരുമ്പോൾ ഇസ്തിദ്റാഖുൽ മാലിൻ്റെ ഉദ്ദേശത്തിലാണ്. സൽക്കാലം നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടാ. അത്ര മനസ്സിലാക്കിയാൽ മതി കേട്ടാ. ഇല്ല എന്നുള്ള അർത്ഥം കിട്ടുന്നില്ല, മാക്കാണ് ഇല്ല എന്നുള്ള അർത്ഥം വരുന്നത്. നെവർ എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. നെവർ എന്നുള്ളൊരു അർത്ഥം മാലിയിലാണ് വരുന്നത്. അത് നോക്കിക്കോളൂ കേട്ടോ. അപ്പം നമ്മൾ പറയില്ലേ, ഇപ്പോൾ നമ്മൾ പറയും ഞാൻ ഒരിക്കലും കള്ളു കുടിച്ചിട്ടില്ല. എങ്ങനെ പറയാം? മാ ശരിബ്തുൽ ഖുംറ ഖത്തു. ഇനി നമ്മളത് ഫ്യൂച്ചറിൻ്റെ നിങ്ങൾ പറഞ്ഞേ, ഭാവിയിൽ ഞാൻ ഇനി ഒരിക്കലും കള്ള് കുടിക്കൂല എന്നെങ്ങനെ പറയാ? ഭാവിയിൽ ചെയ്യില്ല എന്നൊരു കാര്യം പറയണമെങ്കിൽ നിങ്ങൾ എന്താ വരിക? എന്താ ചെയ്യാറ്? റബ്ബി മറന്നാ? നിങ്ങൾ ഭാവിയിൽ ചെയ്യൂല എന്നെങ്ങനെ പറയാ? ഞാൻ പറഞ്ഞ മുസ്തഖ്ബിൽ. ഒരാൾ പറയണ്ട്, ആരോ എന്താണ് ഞാൻ കുടിക്കുന്നല്ലേ സാഷ്റബു എന്ന് പറഞ്ഞാൽ ഞാൻ കുടിക്കുന്നല്ലേ? ഞാൻ കുടിക്കൂല. ആരും വന്നു ലാ വന്നു. ലാ അവിടെ നിങ്ങൾ മുലാരിക്ക് മുസ്തഖ്ബിൽ നിങ്ങൾ എന്താ ചെയ്യുക? കുടിച്ചിട്ടില്ല. മറ്റേ ആലോചിക്ക്. നിങ്ങൾ മുസ്തഖ്ബിലിന് എന്ത് ചെയ്യും? മുസ്തഖ്ബിൽ നഫിയാക്കാൻ ഏത് അക്ഷരം വെക്കുക മുന്നില്? ലാ വേണ്ട, ലാ വേറെ പോരാ. മാലിന്റെ അർത്ഥം കിട്ടും. മുലാരിക്ക് മുന്നിൽ ലമ്മ വെച്ചാൽ മാലിന്റെ അർത്ഥം വേറെ. മുസ്തഖ്ബിലിന്റെ അർത്ഥം വരെയല്ല. ലമ്മ മാലിന്റെ അർത്ഥം കിട്ടൂലേ? കൽബായില്ലേ? ചേഞ്ച് ആക്കിയില്ലേ? മുലാരിനെ മാലിക്ക് പോയി. ലമ്മാന്ന് പറഞ്ഞ എങ്ങനെ വരിക? നമ്മള് മുസ്തഖ്ബിൽ എന്ന് പറയാതാ ഹർഫ് നഫി മുസ്തഖ്ബിൽ. പിന്നെ ഒന്നും കൂടി ഉണ്ട്. എന്താ? ലമ്മ ലൻ. അവിടെ നമുക്ക് എന്ത് വെക്കാം? അബദൻ വെക്കാം. ലൻ അഷ്റബ ഹംറ ലന്നാണ് കേട്ടാ. ഓക്കെ, പരീക്ഷ ടീച്ചർ അതിന്റെ ഇതിലാകെ ഒക്കെ ബ്ലൈൻഡ് ആയിട്ട് എനിക്ക് പിന്നെ പരീക്ഷ
മാഷാഅല്ലാ. ഏത് പാഠങ്ങൾ? കുറേ നല്ല പാഠങ്ങളായിരിക്കും പഠിച്ചോളൂ. അൽഹംദുലില്ലാ. 20 തൊട്ടിട്ട് 26 വരെ. ഷെബിന് ഇങ്ങനെ പറയുമ്പോ ഞങ്ങളൊക്കെ എങ്ങനെ പറയണം? ഓക്കെ, ലെന്നാണ് കേട്ടാ. ലെൻ അഷ്റബൽ ഇതേ ഹംറ ഞങ്ങക്ക് അബദൻ. വീഡിയോ തുറന്നിട്ട് എഴുതണേ. എന്താണ് നിങ്ങൾക്ക് ബുക്കിൽ കഴിയണ നോക്കിക്കൂടെ? വരെ. ബുക്കിൽ നോക്കിയാൽ കുഴപ്പമില്ലല്ലോ. ബുക്കിൽ നോക്കിയിട്ടല്ലേ എക്സാം? ഏയ് ബുക്കിലൊന്നും നോക്കാൻ പാടില്ല. ബുക്കിൽ നോക്കാൻ പാടില്ല അല്ലേ? വീഡിയോ ഫുള്ള് തുറന്ന് വെക്കണം നമ്മള് എഴുതണ വരെ കഴിയണ വരെ. അതെ അല്ലേ? എന്തായിരുന്നു നമ്പർ അല്ലേ? നമ്പറും പിന്നെ നമ്പർ അല്ല ടീച്ചർ, 20ാമത്തെ പാഠം തൊട്ട് 26 വരെ. 26 ലെസ്. കബലു. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 27 മുതലാണ് ബുദ്ധിമുട്ടുള്ളത്. ടീച്ചറെ അബദന്റെ എക്സാമ്പിൾ ഒന്നുകൂടെ പറയൂ. അബദൻ ഇതിൽ വരുന്നുണ്ട് തോന്നുന്നു. അതിൽ വരുന്നുണ്ട്. നമ്മള് ഭാവിയിൽ ഒരു കാര്യം പറയുമ്പോൾ ഒരിക്കലും ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? ഒരിക്കലും ചെയ്തില്ല പറയില്ലേ? അപ്പോൾ നമ്മൾ ലൻ അഷ്റബൽ ഹംറ അബദൻ, ഞാൻ ഒരിക്കലും കള്ളു കുടിക്കൂല എന്നാൽ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയുമെങ്കിൽ എങ്ങനെ പറയാം? മാ ഷരിബ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലമ്മ് വെച്ചിട്ടും പറയാം. ലം അഷ്റബ് അങ്ങനെയും പറയാം. അല്ല, ലമ്മ് വെച്ചാലും മാലിൻ്റെ അർത്ഥം കിട്ടും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. മാ ഷരിബ്തു അത് തന്നെ മതി. മാലി കത്ത് വെക്കുമ്പോൾ മാ ഷരിബ്തുൽ ഹുംറ എന്ന് പറയില്ല. ഹുംറ പറയാം, ഹംറ പറയാം അല്ലേ? മാ ഷരിബ്തുൽ ഹുംറ കത്തു, ഞാൻ ഒരിക്കലും കള്ളു കുടിച്ചിട്ടില്ല. ലൻ അഷ്റബൽ ഹംറ അബദൻ, ഞാൻ ഒരിക്കലും കള്ളു കുടിക്കൂല. ഭാവിയിൽ കുടിക്കൂല എന്നുള്ള അർത്ഥം കിട്ടാൻ അങ്ങനെ പറയാം കേട്ടോ. പിന്നെ എന്തായിരുന്നു? ഒരു കാര്യം കൂടി പറയണമെന്നുണ്ടായിരുന്നല്ലോ. നമ്മൾ എവിടെയോ വായിച്ച നിങ്ങൾ ആയത്തൊന്ന് പറ. അൽ മുഷ്രിഖൂന ഖാലിദൂന ഫിന്നാരി അബദൻ. മുഷ്രിഖീങ്ങൾ അവിടെ എപ്പോഴും നമ്മൾ ഈ അബദന്റെ ഒരു പാഠത്തിൽ വന്നിട്ടുണ്ട് ടീച്ചറെ. വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ മുഷ്രിഖീങ്ങൾ ഇവിടെ എപ്പോഴും എന്താണ്? സ്ഥിരവാസികളായിരിക്കും എന്നൊക്കെ പറയുന്നത്. നെവർ എന്നുള്ള അർത്ഥമാണ്. പക്ഷേ മാലീൻ്റെ മുന്നിൽ കത്തു, മുസ്തഖ്ബലിൻ്റെ മുന്നിൽ ഇതും വരും. ഇനി നോക്കിയേ ലം. അതെവിടെ കൊടുത്തത്? ലം 19ാമത്തെ പാഠത്തിൽ ഈ ഹംറന്റെ തന്നെ വന്നേക്കണ്. 19ാമത്തെ പാഠത്തില് ലൻ നഷ്റബൽ ഹംറ അബദൻ. യെസ്, അവിടെ വന്നിട്ടുണ്ട് അല്ലേ? ഞങ്ങൾ ഒരിക്കലും കള്ളു കുടിക്കില്ല എന്നല്ലേ? ലൻ അത്റക സ്വലാത്ത അബദൻ. കൊറേ വന്നിട്ടുണ്ട്. അബദൻ. അപ്പൊ ഇവിടെ കത്ത് പറയും ആളിന്റെ മുന്നിൽ നോക്കിക്കോട്ടെ. ഇനി അത് അടുത്ത് നോക്കിക്കോളൂ. ലം ആക്കുൽ തആമൻ ലദീദൻ മിസ്ല ഹാദാ ഖത്തു. ലം ആക്കുൽ, ഞാൻ കഴിച്ചിട്ടില്ല. മാലിന്റെ അർത്ഥം വരുന്നുണ്ട്. ലം ആക്കുൽ, ഞാൻ കഴിച്ചിട്ടില്ല. തആമൻ ലദീദൻ, രുചികരമായ ഭക്ഷണം. മിസ്ല, ഇതുപോലെ ഹാദയും കൂട്ടിട്ട് മിസ്ല ഹാദ, ഇതുപോലെ. മിസ്ല എന്ന് പറഞ്ഞാൽ പോലെ, ഹാദ ഇതുപോലെ, കത്തു ഒരിക്കലും, ഞാൻ ഒരിക്കലും ഇതുപോലെ രുചികരമായ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇതുപോലെ രുചികരമായ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ലമ്മ നമുക്കറിയാം അല്ലേ? പിന്നെ ആക്കുൽ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ഒന്നുകൂടി. ആക്കുൽ എന്ന് പറഞ്ഞാൽ ജസ്മാണ് അല്ലേ? മുലാരിക ജസ്മ ചെയ്തു. താമൻ മഫൂലും ബിഹി. ലദീദൻ നഅത്ത്. താമൻ്റെ നഅത്താണ് ലദീദൻ എന്നത് കേട്ടോ. ലദീദൻ എന്നുള്ള മഫൂലും ബിഹി ആണ്. അല്ല, താമൻ മഫൂലു ബിഹി, ലദീദൻ നഅത്ത്. പിന്നെ മിസ്ല നഅത്തു സാനി വഹുവ മുലാഫ്, ഹാദ മുലാഫിൻ ഇലൈഹി. ഖത്തു എന്നുള്ളത് ലർഫു സമാനി. ശരി. ലം അത്തുറുക്കി സ്വലാത്ത ഖത്തു വലൻ അത്തുറുക്കഹാ അബദൻ. ലം അത്തുറുക്കി, അത്തുറുക്ക് എന്നാണ് അല്ലേ? ലം വരുമ്പോൾ അവിടെ ഇൽത്തിക്കാ ഉസാക്കിനെ വന്നതുകൊണ്ട് അത്തുറുക്കി പറയാം കേട്ടോ. ലം അത്തുറുക്കി, തറക്ക യത്തുറുക്കു അത്തുറുക്കു. ലം അത്തുറുക്കി, ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. അസ്വലാത്ത, നമസ്കാരം, ഞാൻ നമസ്കാരം ഉപേക്ഷിച്ചിട്ട്. കത്തു ഒരിക്കലും, ഞാൻ ഒരിക്കലും നമസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല. വലൻ അത്തുറുക്കഹ അബദൻ, ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ ഒരിക്കലും എന്നുള്ളതിനാണ് കത്തുവിൻ്റെയും അബദേൻ്റെയും അർത്ഥം വരുന്നത്. ഒരിക്കലും, ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയുമില്ല. അപ്പം നിങ്ങൾ കത്തുവും അബദനൊക്കെ വരുമ്പോൾ അവിടെ ഇല്ല, നെഗേഷൻ്റെ അർത്ഥം വരുന്നില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ എഴുതിയിട്ട് ഈ മറ്റേ ഹർഫ് നെഫി ഇട്ടിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ അർത്ഥം കിട്ടില്ല. അപ്പം അത് ശ്രദ്ധിക്കണം കേട്ടോ. അർത്ഥം വരുന്നില്ലേ? ശരി കേട്ടാ. അപ്പം എന്താ പറഞ്ഞത്? അതെവിടെ നോക്കിയിട്ട് ഷാപ്പനെ പറഞ്ഞത് നെഗേഷൻ്റെ അർത്ഥം വരുന്നുണ്ട് എന്ന്? അല്ല, തൗക്കീദിന്റെ പറഞ്ഞത് എവിടെയെങ്കിലും വായിച്ചതല്ലോ? അങ്ങനെ ഒരു അർത്ഥം വരുന്നത് കണ്ടില്ല ഞാൻ. ഇല്ലല്ലോ? ഇല്ല. വായിച്ചിട്ടാണെങ്കിൽ പറയണം കേട്ടോ.
ഇതൊന്നും കൂടി ഊന്നി പറയാനല്ലേ ഈ കത്തു പറയണത്. അല്ല, ഊന്നി പറയാനല്ല, ഒരിക്കലും അർത്ഥം കിട്ടാനാ. അപ്പൊ ഈ രണ്ടും ഒരു സെന്റൻസ് തന്നെ രണ്ടും വരും, കത്തുനും അബദനും. ഒരു സെന്റൻസ് മാലിയാണ്, ഒരു സെന്റൻസ് മുസ്തഖ്ബിലാണ്. അല്ല, ഇത് ഒറ്റ സെന്റൻസ് അല്ലേ ടീച്ചറെ? ഒറ്റ സെന്റൻസിൽ നിങ്ങൾ നോക്കിയേ, ഞാൻ ഒരിക്കലും നിസ്കാരം ഉപേക്ഷിച്ചില്ല, കത്തു ഒരിക്കലും ചെയ്തിട്ടില്ല, മാലിയ. ഇനി ഞാനത് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, അത് മുസ്തഖ്ബില, ഫ്യൂച്ചർ ടെൻസാ. അവിടെയാണ് അബദൻ വന്നത്. കത്തു വരുന്നത് മാലിന്റെ ഇതിലാണ്, അബദൻ വരുന്നത് മുസ്തഖ്ബിലാണ്. ഫതഹ വരാൻ കാരണം ലെന്ന് നസ്ബിന്റെ അദാത്താണല്ലോ, നസ്ബ് ചെയ്യണം. പിന്നെ ഇനി ലം അസ്മ കലാമൻ മിസ്ല ഹാദാ ഖത്തു. ലം അസ്മ ഞാൻ കേട്ടിട്ടില്ല, കലാമൻ സംസാരം, മിസ്ല ഹാദ ഇതുപോലെ, ഖത്തു ഒരിക്കലും, ഇതുപോലെ സംസാരം ഇതുവരെ ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല, ഇതുപോലെ ഒരു സംസാരം ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. മിസ്ല മുലാഫ് മുലാഫിലേഹിയാണ്, മിസ്ല നഅത്ത് വഹുവ മുലാഫ് കേട്ടോ, ഹാദാ മുലാഫിലേഹി. ഇവിടെ കത്ത് വന്നത് ഒരു മുലാരിയുടെ മുന്നിലല്ലേ വന്നത്, അസ്മാഉ. അത് മുലാരിന്റെ മുന്നിൽ വരുന്നത് മാലിന്റെ അർത്ഥല്ലേ. ലമ്മു വന്നു കഴിഞ്ഞാല് കൽബായില്ലേ, ചേഞ്ച് ആയില്ലേ. ലമ്മു വന്നു കഴിഞ്ഞാൽ എന്തായി? ലം അസ്മ ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ വരും. മറ്റത് ഇത് അസ്മാവും മാലിയ ടീച്ചറെ, മുലാരിയാണ്, പക്ഷെ മാലിന്റെ ലമ്മ്, നമ്മള് മുലാരിന്റെ മുന്നിൽ ലം എന്ന അക്ഷരം വന്നു കഴിഞ്ഞാല് നമ്മൾ നെഗറ്റീവ് ആക്കും, പിന്നെ അർത്ഥം മാറിയിട്ട് മാലിന്റെ അർത്ഥം വരും. പഠിച്ചിട്ടുണ്ട് നമ്മള് കേട്ടോ. മിസ്ല ലർഫില് വരുമോന്ന് നോക്കണം, ഇവിടെ നാത്തായിട്ടാണ്. ഇല്ലല്ലോ, മിസ്ല കണ്ടില്ലല്ലോ ലർഫില്. ഞാൻ കുറച്ച് ലർഫ് ഇട്ടുതരാം കേട്ടോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ലർഫ് ഇട്ടുതരാം കേട്ടോ. നമ്മളെ മുൻസൊക്കെ ലർഫിൽ കിടക്കുന്നുണ്ട്, ഇതാ കുറേ ഉണ്ട്. മബിനിയായ ലർഫ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം കേട്ടോ. അത് കലാമെന്ന് ബിഹിയല്ലേ, ഞാൻ എന്താ കേട്ടിട്ടില്ല സംസാരം. എന്നിട്ട് അതിൻ്റെ ഒരു നാത്താണ് ഇതുപോലുള്ള, കാരണം അവിടെ മൻസൂബല്ലടോ കിടക്കുന്നത്, നസ്ബല്ലേ. ഇതുപോലുള്ള. ഓക്കെ, അപ്പൊ ലർഫ് കാരണം ഇതുപോലുള്ള സംസാരം, ഇതുപോലുള്ള സംസാരം കേട്ടോ. അതിനകത്ത് മുലാഫാണ്. ഇനി നോക്കട്ടെ, മിസ്ലഹാദ എന്തായിരുന്നു പറഞ്ഞത്? കലാമൻ മിസ്ലഹാദ അല്ലെ, ഇതുപോലുള്ള സംസാരം. ഇനി അത് നോക്കലാമൻ എവിടെയെങ്കിലൊക്കെ നെറ്റിലൊക്കെ അടിച്ചു നോക്കിണ്ടോ ശബന? അവിടെയാണോ കിട്ടാത്ത? കൺഫ്യൂഷൻ വരുന്നത് എവിടെയെന്ന് കണ്ടപ്പോഴേ നമ്മള് ലർപ്പുകളൊക്കെ ഇങ്ങനെ ഇതില് കണ്ടിട്ടുണ്ടല്ലോ, ഫതഹയില്, അത് കണ്ട് ചോദിച്ചത്. കലാമൻ മഫൂലു ബിഹി മൻസൂബ് ഇദാ സബഖത്തൽ ഫിഅ്ലു ഔ നായിബുൽ മഫൂലു ബിഹി മിസ്ല നഅത്തുൻ കലാമൻ മൻസൂബുൻ വഹാലു ഹാദാ ഹാഉ തൻബീഹി ഇസ്മുൽ ഇഷാറ മബനി മുദാഫിൻ ഇലൈഹി. കറക്റ്റാ. നെറ്റിലൊക്കെ ഞാൻ വെറുതെ അടിച്ചു നോക്കി, ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് അടിച്ചു നോക്കി. കറക്റ്റാട്ടോ ഞാൻ പറഞ്ഞത്. അടുത്തത് കൈഫ തഖൂലു റഅയ്തനി ഫിൽ ഹിന്ദി. കൈഫ എങ്ങനെ, തഖൂലു പറയും. റഅയ്തനി റഅയ്ത നീ എന്നെ, റഅയ്ത നീ കണ്ടു, നീ എന്നെ. കൈഫ തഖൂലു നീ എങ്ങനെ പറയും, റഅയ്തനി നീ എന്നെ കണ്ടു, ഫിൽ ഹിന്ദി ഇന്ത്യയിൽ, എന്നെ ഇന്ത്യയിൽ വെച്ചു കണ്ടു എന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? കറക്റ്റായില്ലേ? കൈഫ തഖൂലു നീ എങ്ങനെ പറയും, തഖൂലു നീ പറയും, എങ്ങനെ പറയും, അല്ലെങ്കിൽ നീ എങ്ങനെ പറയുന്നു അവിടെ ഉദ്ദേശം. റഅയ്ത നീ കണ്ടു, നീ എന്നെ കണ്ടു, ഫിൽ ഹിന്ദി ഇന്ത്യയിൽ വെച്ച്, നീ എന്നെ ഇന്ത്യയിൽ വെച്ച് കണ്ടു എന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റുക?
ഒരു കൺഫ്യൂഷൻ വരില്ലേ സെൻറ്റൻസ്. അടുത്ത കൂടി വായിച്ച് ക്ലിയർ ആവും. അന മാ ദഹത്തു ഞാൻ പോയിട്ടില്ല. ഇലൽ ഹിന്ദി ഇന്ത്യയിൽ. കത്തു ഒരിക്കലും ഞാൻ പോയിട്ടില്ല. ഞാൻ ഇന്ത്യയിൽ ഒരിക്കലും പോയിട്ടില്ല. എന്നെ ഇന്ത്യയിൽ വെച്ച് കണ്ടു എന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? ഞാൻ ഇന്ത്യയിലേക്ക് തീരെ പോയിട്ടില്ല, ഒരിക്കലും പോയിട്ടില്ല. കണ്ടോ? ഇവിടെ ഞാൻ ജസ്റ്റ് പറയാം, പക്ഷെ നമുക്കിപ്പോൾ പഠിക്കാനില്ല, ഒന്ന് മനസ്സിലാക്കിക്കോ. ഈ കാല, ഈ കൂലു എന്നൊക്കെ പറയുന്ന ഫിയലുണ്ടല്ലോ, പറഞ്ഞു എന്നൊക്കെ പറയില്ലേ, ആ ഫിയലിന് ശേഷം എന്താണോ പറഞ്ഞത്, മനസ്സിലായോ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയണ ഇതുണ്ടല്ലോ, കാല യഖൂലു എന്ന് പറയുമ്പോൾ അതിനെ മഖൂലുൽ ഖൗല് എന്നാണ് പറയുക. പറയപ്പെട്ടത് എന്ന് പറയും, മഖൂലുൽ ഖൗല്. അപ്പോൾ ഈ റഅയ്ത, അപ്പം നമ്മളിങ്ങനെ വിചാരിക്കും തഖൂലു പറഞ്ഞാൽ ഫിഅലുൽ മുളാരിഉൻ മർഫൂഉൻ ബി ദമ്മത്തി വൽ ഫായിലു ദമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. റഅയ്ത ഫിഅൽ മാളി മബനിയുൻ അലൽ ഫതഹി എന്നൊക്കെ പറയും അല്ലേ. പിന്നെ യാ മുത്തക്കല്ലിം ഒരു ഫായിൽ തായാണ്, പിന്നെ യാ മുത്തക്കല്ലിം ഫായിൽ മഫൂലു ബിഹി ആണെന്നൊക്കെ പറഞ്ഞില്ലേ. പിന്നെ ആ ജുംല ഉണ്ടല്ലോ, അതിനെ പറയാം മഖൂലുൽ ഖൗൽ എന്നാണ് പറയാം. നമ്മൾ പഠിക്കൂട്ടോ, കുറേ കഴിഞ്ഞാൽ പഠിക്കൂട്ടോ ഇങ്ങനെ കാലൊക്കെ ശേഷം വരുന്നത്. പിന്നെ അപ്പം അത് ജസ്റ്റ് ഒന്ന് മനസ്സിലുണ്ടായിക്കോട്ടെ കേട്ടോ. അനമാദ ഹബ്തുലൽ ഹിന്ദി അല്ലേ, അതൊക്കെ അറിയാമല്ലോ അല്ലേ. ലൽ ഹിന്ദി കത്തു അറിയാം. അപ്പോൾ ഇവിടെ അടിയിൽ എഴുതിക്ക് നോക്കുക, കത്തു ഹാസുൻ ബിൽ മാലി. കത്തു പ്രത്യേകമാക്കുന്നു, മാലിനെ പ്രത്യേകമാക്കുന്നു. അബദൻ എന്നത് ഹാസുൻ ബിൽ മുസ്തഖ്ബലിനെ പ്രത്യേകത. അപ്പോൾ കത്തോടെ ഒരു മുസ്തഖ്ബലിൻ്റെ മുന്നിൽ. ഇപ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് ഞാൻ പറയാം. കത്തു അബദൻ എന്നതൊക്കെ ലർഫു സമാനിൻ മുഖ്തസു ബിസമനിൽ മാലി. ഏത് കത്തു യുസ്ബിഖു നഫി ആയിട്ടുള്ളൊരു വാചകത്തിലാണ് ഇവ വരുന്നത്. മാലിനെ കത്തു ഹാസുൻ ബിൽ മാലി അബദൻ ഹാസുൻ മുസ്തഖ്ബിൽ. ക്ലിയർ ആയില്ലേ? ഇത് രണ്ടും ലർഫുകളാണ്. പ്രത്യേകപ്പെടുത്തുന്നു, സ്പെഷ്യലൈസ് ചെയ്യില്ലേ. ഇപ്പോൾ ഫാത്തിമത്താൻ്റെ വീട്ടിൽ തജ്വീദ് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ഫാത്തിമത്താണെങ്കിൽ നഹവാണ് പഠിക്കുന്നത്. അപ്പോൾ പറയും ഫാത്തിമത്ത നഹവിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, അവർ തജ്വീദിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അല്ലെ. അബദ്ധം മുസ്തഖ്ബിലായിട്ട് വരുമല്ലേ. ഇനി അടുത്തത് ട്ടാ, തഅമ്മൽ മായലി, തുടർന്ന് വരുന്നത് നീ ചിന്തിക്കണം. ലയ്യീനുൻ എന്ന് പറഞ്ഞാൽ ഇസ്മു തഫ്ലീലാണ്. ലയ്യീനുൻ, അപ്പോൾ ഇസ്മു തഫ്ലീൽ ശബ്ദം കുറവ്. ലയ്യീനുൻ എന്ന് പറഞ്ഞാൽ ലോലമായത്, മിനുസമായത്, മൃദുലമായത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. പട്ടിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ലയ്യീൻ ഇസ്മു തഫ്ലീലാണത്. അതിന് ശരിക്കും അൽയനു എന്നാണ് ഏറ്റവും അല്ലല്ല ഇസ്മു തഫ്ലീലി അല്യനു, അതിൻ്റെ ഇസ്മു തഫ്ലീലാണോ? ലയ്യൻ എന്ന് പറഞ്ഞാൽ ലോലം, മിനുസം, മൃദുലം, ഒക്കെ കറക്റ്റാണ്. അതിൻ്റെ ഇസ്മു തഫ്ലീൽ അല്യനു എന്നാണ്. അല്യനു ആണ് അതിൽ വന്നത് അല്ലേ. ഹാദൽ ഹരീറു ലയ്യീനുൻ, ഈ പട്ട് ലോലമാണ് അല്ലെങ്കിൽ ഏറ്റവും മിനുസമുള്ളതാണ്. വദാലിക, അത് അല്യനു മിൻ ഹാദ, അതിനേക്കാൾ സോഫ്റ്റാണ്. അല്യനു ആണ് അതിൻ്റെ ഇസ്മു തഫ്ലീൽ. ലയ്യീനിൻ്റെ ഇസ്മു തഫ്ലീലാണ് അല്യനു എന്നത് കേട്ടോ. ഇനി ത്വയ്യിബുൻ എന്നത് പറഞ്ഞാൽ നല്ലത് എന്നാണ്. ത്വയ്യിബുൻ ഇസ്മു തഫ്ലീൽ അത്തിയബു എന്നാണ്. അത്തിയബു. ഹാദ ത്വആമു ത്വയ്യിബുൻ, ഈ ഭക്ഷണം നല്ലതാണ്. വദാലിക അത്തിയബു, അത് ഏറ്റവും നല്ലതാണ്. അതിലിനി പ്രത്യേകിച്ചൊന്നുമില്ല, ഇസ്മു തഫ്ലീലാണെന്ന് പറഞ്ഞത്. ഇനി അതിൽ കലിമാത്തുൽ ജദീദത്തു, പുതിയ പദങ്ങൾ. മറത്തുൻ എന്ന് പറഞ്ഞാൽ തവണ, പ്രാവശ്യം. മറാത്തുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തവണകൾ. കഫുൻ എന്ന് പറഞ്ഞാൽ ഉള്ളം കൈ. അക്കുഫുൻ ആണ് അതിൻ്റെ ബഹുവചനം, ഉള്ളം കൈകൾ. മസീദുൻ
കൂടുതൽ, എക്സ്ട്രാ. ഗാഫിലുൻ അശ്രദ്ധൻ. ദഫഅ എന്ന് പറഞ്ഞാൽ തടയുക, തള്ളുക. അതിൻ്റെ മുളാരി യദ്ഫഉ. പിന്നെ ദീബാജു എന്ന് പറഞ്ഞാൽ നൗഉൻ മിനൽ ഹരീരി, പട്ടിൽ നിന്നുള്ള ഒരു ഇനം. ഇത് ഒരു അനറബി, പേർഷ്യൻ ഭാഷയിൽ നിന്ന് വന്ന ഒരു അനറബി പദമാണ് ദീബാജു. റായിഹത്തുൻ എന്ന് പറഞ്ഞാൽ വാസന, മണം, സ്മെല്ല്. കരീഹത്തുൻ വെറുക്കപ്പെട്ടത്. കരീഹത്തുൻ, കരീഹ ഫിയലൊക്കെ അറിയാലോ, വെറുക്കപ്പെട്ടത്. ലയ്യിനുൻ ലോലമായത്, മൃദുവായത്. മരിദ രോഗിയായി. അതിൻ്റെ ഏതാ? കരീഹുൻ എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടത്. കറാഹത്താണെന്നൊക്കെ പറയാറില്ലേ നമ്മള്, വെറുക്കപ്പെട്ട. അതില് കറിയത്തിനൊന്നല്ലേ കൊടുത്തിരിക്കണേ ടീച്ചറെ? നമ്മളതില് കറിയത്തുൻ എന്ന് കൊടുത്തിരിക്കുന്നു. വായിച്ചു തെറ്റിയതാണ്. കരിയത്തുന്നല്ല പാട്ടിൽ താങ്കൾ കണ്ണാട വെച്ചിട്ട് വായിക്കേ. ശരിക്കും നോക്കാണ്ട കരിയും തന്നെ എഴുതിയേക്കുന്നു. മരിള രോഗിയായി, യംറദു അവൻ രോഗിയാകുന്നു. നുസ്ഹത്തുൻ എന്ന് പറഞ്ഞാൽ കോപ്പി. നുസഹുൻ കോപ്പികൾ. ഹുനൈഹത്തുൻ, ഹുനൈഹത്തുൻ സമയം, കുറച്ചു സമയം, ഷോർട്ട് ടൈം. ബാലുഅത്തുൻ അഴുക്കുചാൽ. ത്വയ്യിബുൻ നല്ലവൻ, നല്ലത്. ഹസിന അവൻ ദുഃഖിച്ചു, യഹ്സനു അവൻ ദുഃഖിക്കുന്നു. ടീച്ചറെ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. 22ാമത്തെ പാഠത്തിലത്തെ ഒരു എക്സസൈസ് ഞാൻ വായിക്കുന്നത്. നമ്മുടെ അസ്മാഉൽ ഹംസന അല്ല ജമ്മു മുദക്കർ സാലിമ് പറയുന്നത് ഒന്ന് മറിക്കട്ടെ, പേജ് നമ്പർ ഒന്ന് പറഞ്ഞേ. അല്ല ദുബിയാജു അതെന്തോന്ന് ടീച്ചറെ, അത് പറയോ മീനിങ്? ഏതാണ് ദുബി ആ വേടെന്തോന്ന് ടീച്ചറെ? ദുബാജു അത് മീനിങ് എന്തോന്ന്? ദീബാജു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്കണില്ല. അത് നിങ്ങളെ മൈക്ക് മ്യൂട്ട്. ശരി. ദീബാജു എന്ന് പറഞ്ഞാൽ നൗഉം മിനൽ ഹരീരി, പട്ടിൽ നിന്നുള്ള ഒരു ഇനം. അതൊരു അറബി വാക്കാണ്, പേർഷ്യൻ ഭാഷയിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞത്. ഇനി ഷബന പേജ് നമ്പർ അല്ല പാഠം ഒന്ന് പറഞ്ഞ 22 പാഠം 22. അതില് 23 രണ്ടാമത്തെ എക്സസൈസ്. അതില് ഈ വിദ്യാർത്ഥികൾ ഇന്ത്യക്കാരാണ്. അപ്പൊ ആ ഹുനൂദിന് നമുക്ക് അവിടെ ജമ്മു മുദക്കർ സാലിമ് പറയാൻ പറ്റുമോ? ആറാമത്തെ എക്സസൈസ് പാകിസ്ഥാനിയൂന ഹുനൂദുൻ. തുല്ലാബ് ജമ്മു തക്സീർ അല്ലേ, അതതിന്റെ നേരത്തല്ലേ. അപ്പൊ നമ്മൾ ഹഉലാഇ പറയുമ്പോൾ ഇസ്മുൽ ഇഷാറ മബനിയുൻ അലൽ കസ്രി ഫീ മഹല്ലി റഫഇൻ ഫാഇൽ. അത്തുല്ലാബു ബദലുൻ മർഫൂഉൻ അലാമത്തു റഫഇഹി അദ്ദമ്മത്തു ളാഹിറ. ഹുനൂദുൻ നഅത്തുൻ അല്ലെങ്കിൽ സിഫത്തുൻ മർഫൂഉൻ അലാമത്തു റഫഇ. അവിടെ എങ്ങനെയാ ജമ്മു മുദക്കർ സാലിം എങ്ങനെ വരുന്നത്? അതാണ് എനിക്കാണ് ഒരു ഡൗട്ട് വന്നതേ. ആ വാവ് നമ്മളിപ്പോ ജമ്മു മുദക്കർ സാലിമല്ലേ ഈ പാഠത്തിൽ പഠിക്കുന്നത്. എന്നാ ഉലായിക്ക പാകിസ്ഥാനി യൂനയില് ജമ്മു മുദക്കർ സാലിം വന്നു പറയുന്നുണ്ട്. അത് പറഞ്ഞേട്ടാ. അതായത് ഇതിന്റെ നമ്മൾ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ മറ്റേ മുഫ്രദിന്റെ രൂപം നോക്കാം. ഹിന്ദിയുൻ എന്നാണ് മുഫ്രദ്. ഹിന്ദിയുൻ. അതിൽ നിങ്ങൾ വാവും നൂനും ചേർത്തിട്ടാണോ ജമ്മു മുദക്കർ സാലിം ഉണ്ടാക്കി? ഹിന്ദിയൂനാന്നല്ലല്ലോ കൊടുത്തിക്കണത്, ഹുനൂദുൻ എന്നല്ലേ. അതെ, ഹിന്ദിയുനാണ് കേട്ടാ. എങ്ങനെയാണ് ഹിന്ദിയുൻ? അപ്പൊ ഒരു നമുക്ക് ഹാദ താലിബു ഹിന്ദിയുൻ, ഈ വിദ്യാർത്ഥി ഇന്ത്യക്കാരനാണ്, ഹിന്ദിയുൻ. പിന്നെ അത് മൊത്തത്തിൽ ചേഞ്ച് ആവുമല്ലേ ചെയ്തുള്ളൂ. പാകിസ്ഥാനിയുൻ ആണ് പാകിസ്ഥാനിയൂന വന്നത്, വാവും നൂനും ചേർത്ത്.
എന്നാൽ ഇത് ഹിന്ദി എന്ന് പറഞ്ഞാൽ ഹിന്ദി യൂനാന്നല്ല കൊടുത്തിട്ടുള്ളത്, ഹുനൂദു എന്നാണ് മൊത്തം. ഇത് അവരോടൊക്കെ ചെയ്യുന്നത് തെക്സീറായി, ബ്രേക്ക് ആയില്ലേ അതൊക്കെ, തെക്സീറായി. അപ്പൊ അത് ഇന്നലെ ഇങ്ങനെ വായിക്കുമ്പോ പെട്ടെന്നൊരു ഡൗട്ട് തോന്നി, അതാണ് ചോദിക്കാൻ കാരണം. ഇനിയില്ലേ നമ്മുടെ റബ്ബി ഷ്റഹ്ലി സ്വദിരി, അതെവിടെ കിടക്കണത്? അതൊന്നും എടുത്തേ, നമുക്ക് അതൊന്ന് റബ്ബ് ചെയ്തിട്ട് ഇതാക്കാട്ടോ. قال رب اشرح لي صدري ويسر لي സൂറത്ത് ത്വാഹയിൽ 25 ആദ്യത്തെ മ്യൂട്ടാക്കിക്കോളൂ, അൺമ്യൂട്ടായി ചെയ്യണ്ട, അല്ലെങ്കിൽ അപ്പം പെട്ടെന്ന് ഇതാക്കണം. നല്ല കൊണ്ട് ത്വഹ പറഞ്ഞാൽ എത്രാമത്തെ, 20-ാമത്തെ ഒന്ന് നോക്കിക്കോട്ടോ, നമുക്കൊന്ന് നോക്കട്ടെ, റബ്ബ് ചെയ്യട്ടോ. ഖാല റബ്ബി ഇശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി. ഖാല എങ്ങനെ ഖാല പറയാം, ഒന്ന് റബ്ബ് ചെയ്തേ ഖാല. വേറെ ആരെങ്കിലുമൊക്കെ ആദ്യത്തെ അൺമ്യൂട്ട് ചെയ്തോളൂ, അൺമ്യൂട്ട് ചെയ്യണ്ട, മൈക്ക് ഭയങ്കര പ്രശ്നം. ഫിഅലു മാളിൻ മബനി, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം, ഫിഅലു മാളിൻ മബനി അലൽ ഫതഹി വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. അല്ലേ? ഖാല റബ്ബി, ഖാല റബ്ബി എന്താ, ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. റബ്ബി എന്താ എങ്ങനെയാ പറയുന്നത്? എത്രാമത്തെയാ? 25. റബ്ബി ഇസ്മു ഖാന എവിടെ? ഇസ്മു ഖാന എവിടെ? ഖാലയാണ് പറയണത്, നിങ്ങൾ ഖുർആനെ എടുത്തിട്ടില്ല. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ മെയിൻ ഗ്രൂപ്പിലിട്ട് റബ്ബി മുനാദ. മുനാദ ബിഹർഫി നിദാഇൻ, ബിഹർഫി നിദാഇൻ മഹദൂഫിൻ, ബിഹർഫി നിദാഇൻ മഹദൂഫിൻ. ഞാൻ പ്രസന്റ് ചെയ്യാം, ഞാൻ ഖുർആന്റെ ഇത് എടുത്തിട്ടുണ്ട്. ബിഹർഫി നിദാഇൻ മഹദൂഫിൻ, ഹർഫു നിദാഇൻ മഹദൂഫിൻ മൻസൂബുൻ ലിഅന്നഹു മുളാഫുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തുൽ മുഖദ്ദറ. അത് കാരണം എന്താ? യാ മുത്തക്കല്ലിമിലേക്ക് ചേർന്നിട്ടുണ്ട്. എന്നാ യാഇൽ മഹദൂഫതി വഹുവ മുളാഫ്, യാ മുത്തക്കല്ലിം മഹദൂഫത്തുൻ, അത് മഹദൂഫാണ്, എന്നാലും നമ്മുടെ അവിടെ ഇറാബ് ചെയ്യും എങ്ങനെ? ളമീറുൻ മുത്തസിലുൻ മബ്നിൻ അല സുകൂനി ഫീ മഹല്ലി ജർറിൻ മുളാഫുൻ ഇലൈഹി. ഇനി ഇഷ്റഹ്, ഇഷ്റഹ് പറഞ്ഞേ, ഷറഹ യഷ്റഹു ഇഷ്റഹ്. ആയതുകൊണ്ട് നമ്മള് അമ്രായ ഫിഅല് പ്രാർത്ഥനയാണെങ്കിൽ നമ്മൾ ലിദ്ദുആഇ എന്നും കൂടി പറയാട്ടാ. ലിദ്ദുആഇ. ചില അമ്ര ഫിഅലുകൾ ഇഫ്തഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് പറയുമ്പോൾ റബ്ബി എന്താണ്? അള്ളാഹു ഇഫ്തഹ്ലി, അള്ളാഹു ഇഫ്തഹ് പറയുമ്പോൾ നമ്മൾ ദുആ ഒന്നും കൂടി കൂട്ടിക്കും, മബ്നി അല സുകൂനി. പിന്നെ ഫാഇൽ മുസ്തതിറാണ്, തഖ്ദീറുഹു അൻത. ലി എന്താ? ഹർഫു ജർ അല്ലേ? ജാറുൻ വ മജ്റൂറുൻ, ജാറുൻ വ മജ്റൂറുൻ. റബ്ബി ഇശ്റഹ് ലി സ്വദരി, സ്വദരി എന്താ? സ്വദർ എന്തുട്ടാ? മഫൂലുൻ ബിഹി വഹുവ മുളാഫ്, യാ മുത്തകല്ലിം മുളാഫിൻ ഇലൈഹി. യസ്സിർ ലി, യസ്സിർ എന്താ? എളുപ്പമാക്കണേ അല്ലേ എന്റെ കാര്യങ്ങൾ. യസ്സിർ ഹർഫുൽ അത്ഫ്, യസ്സിർ ഈസി ആക്കണേ, എളുപ്പമാക്കണേ. യസ്സറ യു യസ്സറ, അത് പഠിച്ചിട്ടില്ല നമ്മൾ ആ ഫേല്. യസ്സറ യു യസ്സിറു, യസ്സിർ ആണ് അതിന്റെ അംർ ഫേല്. യസ്സിർ, യസ്സറ യു യസ്സിറു. ഏതിലാ വരാ? യസ്സറ. ഒരു മിനിറ്റ് കേട്ടാ. യസ്സർ അങ്ങനത്തെ ഫിഅൽ അംറിൻ മബ്നിൻ അല സുകൂനി വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. അവിടെ നമ്മളൊരു കാര്യം പറയേണ്ടത്, ഒന്നും കൂടി പറയണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. യസ്സിർ ലി ജാറുൻ വ മജ്റൂറുൻ അംരി, അംരി എന്തുട്ടാ? മഫ്ഊലുൻ ബിഹിട്ടാ. എന്താ എളുപ്പാക്കേണ്ടത്? എൻ്റെ കാര്യങ്ങൾ അല്ലേ. മുളാഫുൻ ഇലൈഹി. പിന്നെ എന്താ പറയുന്നത്? വഹുലുൽ ഉഖ്ദത മിൻ വഹുലുൽ എന്തുട്ടാ? അർത്ഥം പറഞ്ഞേ, ഞാൻ എന്റെ കാര്യം കെട്ടഴിക്കാൻ. എന്താ വാക്കിന്റെ അർത്ഥം? ജനങ്ങൾക്ക് എന്റെ സംസാരം കെട്ടഴിക്ക മനസ്സിലാക്കിയാണ്, നാവിൽ നിന്ന് നീ കെട്ടഴിച്ച് തരണമേ. ഹുലുൽ അല്ലേ? ഒരു മിനിറ്റ് കേട്ടാ. 26 വഹുലുൽ
ഹലല എന്നാണ് കേട്ടോ. ഹല്ലലാണോ ഹലല നോക്കട്ടെ കേട്ടോ. അവിടെ ഒന്ന് നോക്കട്ടെ ഫേല എന്താ ഹല്ലനെ ഹല്ല ഹല്ല യഹില്ലു ഹല്ല ട്ടാ. അപ്പോൾ കണ്ടോ ഹല്ല യഹുല്ലു എന്നാണല്ലോ വരേണ്ടത്. യഹില്ലു ആണോ വരുന്നത്? ഹല്ല യഹുല്ലു എന്നല്ലേ? എന്താണ് ഇങ്ങനെ വന്നിരിക്കണം? ഹല്ല യഹില്ലു ആണ് അല്ലേ? അറിയില്ല. അൺടൈ ചെയ്യുക, കെട്ടഴിക്കുക കേട്ടോ. ഹല്ല യഹില്ലു എന്നല്ലേ? ഇനി യഹുല്ലു ഉണ്ടാണാവോ? എന്താണോ ഞാനിങ്ങനെ യഹുല്ലു തന്നെ നോട്ട് ചെയ്ത് വെച്ചില്ല. ഹല്ല യഹില്ലു അതിൻ്റെ അംബ്രിഫിയലാണ്. എന്ത് രണ്ട് രീതിയിലും പറയാം. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ ഞാനിതിൽ പ്രസൻറ്റ് ചെയ്യുന്ന കാണുന്നില്ലേ? ഇഹലി ഹില്ല രണ്ട് രീതിയിലും പറയാം. ഹുല്ല ഹുല്ലാണ് വരുന്നത്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ഇദ്ഗാം ചെയ്തിട്ടും പറയാം, ഫക്കു ഇദ്ഗാം ചെയ്തിട്ടും പറയാം. ഇദ്ഗാമിന് ഇതാക്കിയിട്ടും പറയാം കേട്ടോ. അപ്പോൾ ഫിൽ അംർ മബനിയുൻ അല സുകൂനി, പിന്നെ അൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അന്ത അല്ലേ? വഹുലുൽ ഉഖ്ദതൻ മഫൂലുൻ ബിഹി മിൻ ലിസാനി ജാറുൻ മജ്റൂറുൻ, പിന്നെ അതെ ലിസാനി വഹുലുൽ ഉഖ്ദതൻ മിൻ ലിസാനി, പിന്നെ അടുത്തും കൂടി വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ അപ്പോൾ മുനാദിൻ്റെ കാര്യം ഓർത്ത് വെക്കണം കേട്ടോ. പിന്നെ ഇവിടെ ഹല്ല ആ ഒരു ഫേലും കൂടി ഓർത്ത് വെക്കണേ. അപ്പോൾ ആ ഫേല് നോക്കാം കേട്ടോ. ശരി, ഇനി മറ്റേ ഖാല റബ്ബി ഇശ്റഹ് ലി സദ്രി. പിന്നെ ഇതിലൊന്നും കൂടി ഉണ്ടല്ലോ അല്ലേ? ഇനി ഒരു പേജും കൂടി ഇല്ലേ? പുതിയ പദങ്ങൾ പറഞ്ഞു, പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകട്ടോ. പോയിന്റ് ഓഫ് റിമെമ്പർ അത് ഗ്രൂപ്പിൽ ഇടണേ ടീച്ചറെ. ഏത് ഇതോ? ഇത് ഗ്രൂപ്പിൽ കുറേ ദിവസം മുൻപേ. ഓക്കെ. മുളഅഫായ ക്രിയകൾ എന്ന് പറയുമ്പോൾ ആരായിരുന്നു? മുളഅഫായ ക്രിയകൾ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? സെക്കൻഡ് റാഡിക്കൽ ലെറ്ററും തേർഡ് റാഡിക്കൽ ലെറ്റേഴ്സും പിന്നെ ഐഡൻറ്റിക്കൽ ആണെന്നാണ്, ഒരേപോലത്തേതാണെന്ന്. അതുകൊണ്ട് അത് ഇദ്ഗാം ചെയ്തിട്ടാണ് പറയുക. ഷമ്മ മറ ഹജ്ജ പോലെ. ഹജ്ജ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒറിജിനലിൽ ഹജജ എന്നാണ്. അപ്പോൾ സെക്കൻഡ് റാഡിക്കൽ ലെറ്ററും തേർഡ് റാഡിക്കൽ ലെറ്ററും ജീം ആയതുകൊണ്ട് അതിനെ അഫായിട്ട് പറയപ്പെടുന്നു. ഇനി മാലിയിൽ നമ്മൾ the second radical loses its vowel when the verb is not സാക്കിൻ പ്രോനൗണിൽ നമ്മളതിനെ ഹജ്ജ ഹജ്ജ ഹജ്ജു ഹജ്ജത്ത് ഹജ്ജത്ത അതുവരെ നമ്മൾ എന്ത് പറയും? ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഇങ്ങനെ വായിക്കും. ഇതേപോലെ തന്നെ ഇദ്ഗാം ചെയ്തിട്ട് വായിക്കും. എന്നാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് മുത്തഹരിക്ക് പ്രോനൗൺ, അതായത് 6 മുതൽ നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യും? അതിനെ ഫക്കു ഇദ്ഗാമിനെ എന്താ പറയുക മുറിക്കും. അങ്ങനെയാണ് വായിക്കുക. ഹജജുന ഹജജിത്ത ഹജജത്തുമ ഹജജത്തും ഹജജ്തി ഹജത്തുമ ഹജത്തുന ഹജത്തു ഹജജുന. ഇനി മുദാരിയിൽ വരുമ്പോൾ മർഫൂ ആകുമ്പോൾ ദ സെക്കൻഡ് റാഡിക്കൽ ലോസസ് വവ്വൽ വെൻ ദ വെർബ് ഇസ് നോട്ട് ടു ഏതാ? യഹുജു യഹുജാനി യഹുജൂന. അവിടെ എന്തായിരുന്നു? അങ്ങനെ തന്നെയല്ലേ? തഹുജാനി യഹുജുജുന തഹുജു തഹുജാനി അതൊക്കെ തന്നെ പറയുന്നത്. ഇനി ലമ്മൊക്കെ വരുമ്പോഴുള്ള മാറ്റങ്ങളാണ് പറയുന്നത്. 4 ഫോംസ് ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ കേട്ടോ. പിന്നെ ലം യഹുജു പറയുമ്പോൾ ദർ ഇസ് നോ ഇൽത്തിഖാഉ സാക്കിൻ ആൻഡ് അതർ ഫോംസ്. അവിടെ ചിലയിടത്ത് ഇൽത്തിഖാഉ സാക്കിനുണ്ട്, ഇല്ലാത്തതുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. അംറിഫയിൽ വരുമ്പോഴുള്ള വ്യത്യാസങ്ങളാണ് പിന്നെ പറഞ്ഞത്. തന്നെയാണ് മസ്സ ഷെമ്മ എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. അതിൻ്റെ സെക്കൻഡ് റാഡിക്കൽ ലെറ്റർ കെസ്റയാണ്. അപ്പോൾ അത് ഷമ്മ ഷമ്മ ഷമ്മു ഷമ്മത്ത് ഷമ്മത്ത വരെ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ പിന്നീട് നമ്മുടെ മുത്തഹരിക്ക് പ്രോനൗൺ വരുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് റാഡിക്കൽ ലെറ്റർ ഏതാണെന്ന് ഏത് ബാബിലാണ് വരുന്നതെന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ലമ്മ പറഞ്ഞത്, ലമ്മ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലമ്മ് പോലെയാണെന്ന് പഠിച്ചിട്ടുണ്ട് 1ാമത്തെ പാഠത്തിൽ. എന്നാൽ ഇവിടെ ലമ്മ എർജി എന്നൊക്കെ പറഞ്ഞാൽ അവൻ ഹി ഹാസ് നോട്ട് യെറ്റ് റിട്ടൺ, അവൻ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഈ ലമ്മ വരാറുള്ളത്. എന്നാൽ ലമ്മക്ക് മറ്റൊരർത്ഥം കൂടിയുണ്ട്, അപ്പോൾ എന്നുള്ളത്. ലമ്മ സമയത്തുൽ ജർസ, ബെല്ല് അടിക്കുന്നത് ഞാൻ കേട്ടപ്പോൾ, ദഹൽ തുൽ ഫസ്ല, ഞാൻ ക്ലാസ്സിൽ കയറി എന്നൊക്കെ പറയും. അവിടെ ലമ്മ അപ്പോൾ എന്നർത്ഥം വരും. മാലിൻ്റെ മുന്നിൽ വരുമ്പോൾ അപ്പോൾ എന്നും, മുളാരിൻ്റെ മുന്നിൽ വരുമ്പോൾ ഇതുവരെ ഇല്ല എന്നും ലമ്മക്ക് അർത്ഥം വരും. ലമ്മ ദഹബ്തു ഇല മക്കത്ത, ഞാൻ മക്കയിലേക്ക് പോയപ്പോൾ, സുർതു സദീഖ്, ഞാൻ എൻ്റെ കൂട്ടുകാരനെ സന്ദർശിച്ചു. ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്. ഇനി ലമ്മ മാലി, അതിപ്പോൾ പറഞ്ഞത് തന്നെ കേട്ടോ.
പിന്നെ മുലാരിയിലാണെങ്കിൽ ലമ്മ എപ്പോഴും മാലീൻ്റെ മുന്നിലാണ് ഉപയോഗിക്കുക. ഇനി മുലാരീൻ്റെ മുന്നിൽ അപ്പോൾ എന്ന അർത്ഥം കിട്ടണമെങ്കിൽ എന്തമാ എന്ന് വെച്ചാൽ മതി. എന്തമാ അതേ അർത്ഥം തന്നെ കിട്ടും. ലമ്മൻ്റെ അതേ അർത്ഥം അപ്പോൾ എന്ന അർത്ഥം കിട്ടണമെങ്കിൽ മുലാരീൻ്റെ മുന്നിലാണെങ്കിൽ നമ്മൾ എന്തമാ ഉപയോഗിക്കുക. എന്തമാ അദ്ഹബുൽ മസ്ജിദി അജ്ലിസു ഫി സഫിൽ അവലി. ഞാൻ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ ഒന്നാമത്തെ സഫിൽ ഇരിക്കുന്നു. കണ്ടോ, മുലാരീൻ്റെ മുന്നിൽ വരുമ്പോൾ എന്തമാ വെക്കാം, മാലീൻ്റെ മുന്നിൽ വരുമ്പോൾ ലമ്മ വെക്കാൻ. ഇനി കത്തു അബദൻ ഇപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ കേട്ടോ. കത്തു എംഫസൈസ് ഇറ്റ്സ് പാസ്റ്റ്. എംഫസൈസ് എന്നുണ്ട് കേട്ടോ, ഒരിക്കലും എന്നുള്ള കിട്ടുന്നുണ്ട്. ഷബന കറക്റ്റാണ് കേട്ടോ. എംഫസൈസ് ഇറ്റ്സ് പാസ്റ്റ് ഞാൻ ചോദിച്ചില്ലേ എവിടെയെങ്കിലും ഉണ്ടോയെന്നും. ഇവിടെ ഉണ്ട്. ഇല്ലേ അവിടെ ഷബന ഇല്ലേ? റെഫ്യൂസസ് ഇവിടെ കിടക്കുന്നുണ്ട്. എംഫസൈസ് നെഗറ്റീവായിട്ടുള്ള ഒരു ക്രിയനെ നെഗറ്റീവിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരിക്കലും നല്ല ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പാസ്റ്റ്. അപ്പോൾ ലം അക്തുബു ഇലേഹി കത്തു. ഞാനൊരിക്കലും അവന് എഴുതിയിട്ടില്ല. ലൻ അക്തുബു ഇലേഹി, അപ്പം ഞാൻ അവനിക്കൊരു എഴുതുകയില്ല. മാലിൽ അല്ല, മുസ്തഖബിലിൻ്റെ അതിൻ്റെ മുന്നിൽ അബദനൊന്നും മറ്റേതിൽ കത്തു എന്ന് വെക്കും. പിന്നെന്താ ലാ വശുക്രൻ എന്ന് പറഞ്ഞാൽ നോ താങ്ക്സ് എന്നാണ്. ഇറ്റ് ഈസ് റോങ് ടു സേ ലാ ശുക്രൻ എന്ന് പറയരുത്. ലാ വശുക്രൻ ആ വാവ് അവിടെ കൂട്ടിയിട്ട് പറയണം എന്നാണ് പറഞ്ഞത് കേട്ടോ, അതിൽ പറഞ്ഞത്. പിന്നെ ഇതിൽ വെക്കാബുലറിയിൽ ഹജ്ജ യഹുജു, ഹജ്ജ് ചെയ്തു, ഹജ്ജ് ചെയ്യുന്നു. ഹസീന അവൻ ദുഃഖിച്ചു, യഹ്സനു അവൻ ദുഃഖിക്കുന്നു. ദന്ന അവൻ ചിന്തിച്ചു, യദുന് അവൻ ചിന്തിക്കുന്നു. മറദ്ദൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ ഒരിക്കൽ കൂടി. പിന്നെ ജറ എന്ന് പറഞ്ഞാൽ ടു ഡ്രാഗ്, ടു പുൾ വലിച്ചുകൊണ്ടിരിക്കുക. കഫ് എന്ന് പറഞ്ഞാൽ കൈ, പറഞ്ഞല്ലോ ഉള്ളം കൈ. മറ എന്ന് പറഞ്ഞാൽ പാസ് ചെയ്യുക, ടു പാസ് കടന്നു പോവുക. യമുറു. മസീദ് എന്ന് പറഞ്ഞാൽ മോർ കൂടുതൽ. അദ്ദ എണ്ണി, യദ്ദു എണ്ണുന്നു. ഗാഫിലുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്രദ്ധൻ, അൺമൈൻഡ്ഫുൾ. സബ്ബ എന്ന് പറഞ്ഞാൽ സബ്ബ എന്ന് പറഞ്ഞാൽ അബ്യൂസ് ചെയ്യുക, ടു അബ്യൂസ് വഴക്ക് പറയാനല്ലേ, ചീത്ത പറയാന്നല്ലേ പറഞ്ഞത്. സുബ്ബു. ദി ബാജു എന്ന് പറഞ്ഞാൽ ബ്രോക്കേഡ് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് എ ഹരീർ കേട്ടോ. റദ്ദ എന്ന് പറഞ്ഞാൽ മടക്കി, റുദ്ദു മടക്കുന്നു. റായിഹത്തൻ സ്മെല്ല്. സബ്ബ എന്ന് പറഞ്ഞാൽ ഒഴിക്കുക, ടു പോർ. യസുബ്ബു. കരീഹത്തൻ എന്ന് പറഞ്ഞാൽ അൺപ്ലസൻറ്റ്, വെറുക്കപ്പെട്ടത്. സെദ്ദ എന്ന് പറഞ്ഞാൽ തടയുക, ടു ബ്ലോക്ക്. യസുദ്ദു. ലൈക്കി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്. ഷമ്മ ടു സ്മെല്ല്. യഷുമ്മു മണക്കുന്നു. നുസ്ഹത്തൻ കോപ്പി. മസ്സ സ്പർശിച്ചു. യമുസ്സു സ്പർശിക്കുന്നു. ഹുനൈഹത്തൻ എവോയ്ഡ്. ദഫ എന്ന് പറഞ്ഞാൽ ടു പുഷ്. യദ്ഫഉ അതായത് പുഷ്ഡാണ്, തള്ളി തള്ളുന്നു. ബാലൂഹത്ത് എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ, സിവിയർ. മരിള രോഗിയായി. യമ്രതു രോഗിയാകുന്നു. തൊയ്യിബുൻ നല്ലത്. ഇനി ഇതിൽ ഒന്നും കൂടി ഉണ്ട് അല്ലേ, ഇനിയുണ്ട്. സാലിമായിട്ടുള്ള ക്രിയകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എന്തായിരുന്നു? സാലിം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതിന് ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളുമില്ല, ഹംസയും ഉണ്ടാവില്ല, പിന്നെ ഇരട്ടിക്കലും ഉണ്ടാവില്ല. അതാണ് ദഖല, സജദ, കതബ പോലെ. മഹ്മൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇല്ലത്തിൻ്റെ അക്ഷരം ഉണ്ടാവില്ല, ഇരട്ടിക്കലും ഉണ്ടാവില്ല, എന്നാൽ അതിൽ ഹംസ ഉണ്ടാവും. അതാണ് അക്കല, സഅല, ഖറഅ പോലെ. മുളഅഫായ ക്രിയകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടിക്കൽ ഉണ്ടാവും, പക്ഷേ ഇല്ലത്തിൻ്റെ അക്ഷരം ഉണ്ടാവില്ല, ഹംസ ഉണ്ടാവില്ല. ഇനി ഇല്ലത്തിൻ്റെ അക്ഷരം വരുന്ന മുഅത്തലായ ക്രിയകളുടെ ഇനങ്ങളാണ്. മിസാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റാഡിക്കൽ ലെറ്റർ മുഅത്തലായിട്ടുള്ള ഇല്ലത്തിൻ്റെ അക്ഷരം വരുന്നത്. അത് മുഅത്തലുൽ ഫാ എന്നും വിളിക്കും. അതിന് മിസാലിനെ ഒന്ന് വിളിക്കുന്നത് മുഅത്തലുൽ ഫാ എന്ന് വിളിക്കും. യ ഇസ, വല, വഖഫ, വസന പോലെ. അജ്വഫു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് റാഡിക്കൽ ലെറ്റർ ഇല്ലത്തിൻ്റെ അക്ഷരമാകുന്നത്. അതിനെ മുഅത്തലുൽ ഐൻ എന്ന് വിളിക്കും. ഖാല, യഖൂലു, സാറ, യസീറു പോലെ. ഇനി നാഖിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മുഅത്തലുൽ ലാം എന്ന് വിളിക്കും. അതിൻ്റെ ലാസ്റ്റ് ലെറ്റർ ഇല്ലത്തിൻ്റെ അക്ഷരമാവുക. ദഅയദു, ബക, യബ്കി, നസിയ, യൻസാ. ഇനി ലഫീഫ്, രണ്ട് തരം ലഫീഫ് ഉണ്ട്. ലഫീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വാവോ യാവോ ഇല്ലത്തിൻ്റെ അക്ഷരമാവുക, അല്ലെങ്കിൽ രണ്ട് തരത്തിലുണ്ട്. ലഫീഫുൽ മക്റൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാവ് ഓർ യാ സെക്കൻഡ് ഓർ തേർഡ് റാഡിക്കൽ ലെറ്റർ ഇല്ലത്തിൻ്റെ അക്ഷരമാവും. ലഫീഫ് മഫ്റൂഖ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റും ലാസ്റ്റും ഇല്ലത്തിൻ്റെ അക്ഷരമാവും. വഖ, യഖി, വഅ, യഇ പോലെ. ഇനി ലഫീഫുൽ മഫ്റൂഖ് ഓൺലി ദ സെക്കൻഡ് റാഡിക്കൽ ലെറ്റർ ഈവൻ അംർ. ലഫീഫ് മഫ്റൂഖ് ഉണ്ടല്ലോ, വഖായഖി, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അംറ് ഫെയിൽ വരുമ്പോൾ ഒരൊറ്റ ലെറ്റർ ഉണ്ടാവുള്ളൂ. മുലാരിയിൽ ആ ലെറ്റർ പോകുമ്പോൾ ഖി എന്നൊക്കെ പറയാം. വഖായഖി, ഖി, രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ഖി, എന്നെ നീ രക്ഷിക്കണേ എന്നറിയില്ലേ. വഅയഇ, ഐ, മനസ്സിലാക്കണേ ഒക്കെ പറയും. ഇനി അതിൻ്റെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അൽ അഖ്സാമുൽ ഫിഅൽ, ക്രിയകളുടെ ഇനങ്ങൾ എന്നിട്ടൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്.
അവിടെ ഞാൻ ഗ്രൂപ്പിലിട്ടുണ്ട് കേട്ടോ, നോക്കിക്കോട്ടെ. അക്സാമുൽ ഫേല്, ഫേലു മാലി, മുലാരി മർഫൂ, മുലാരി മൻസൂബ്, മുലാരി മജ്സൂമ്, അമ്ര. സാലിം എന്ന് പറഞ്ഞാൽ ഹംസ ഇല്ല, ഇരട്ടിക്കലില്ല, ഇല്ലത്തിൻ്റെ അക്ഷരമില്ല. കതബ യക്തുബു, ലൻ യക്തുബ. കതബ അവൻ എഴുതി, യക്തുബു അവൻ എഴുതുന്നു, ലൻ യക്തുബ അവൻ എഴുതിയിട്ടില്ല. മാലിൻ്റെ അർത്ഥം കിട്ടും. അല്ല മാലിയല്ല അല്ലേ, അവൻ എഴുതൂല. ഭാവിയിൽ മുസ്തഖ്ബിൽ നഫി, അവൻ എഴുതൂല. ലം യക്തുബ് അതാണ് മാലിൻ്റെ അർത്ഥം. അവൻ എഴുതിയിട്ടില്ല. ഉക്തുബ് നീ എഴുത്. ഇനി മഹ്മൂസിൽ അകല യഅ്കുലു, അകല അവൻ കഴിച്ചു, യഅ്കുലു അവൻ കഴിക്കുന്നു, ലൻ യഅ്കുല അവൻ കഴിക്കുകയില്ല, ലൻ യഅ്കുൽ അവൻ കഴിച്ചിട്ടില്ല, കുൽ നീ കഴിക്ക്. സഅല അവൻ ചോദിച്ചു, യസ്അലു അവൻ ചോദിക്കുന്നു, ലൻ യസ്അല അവൻ ചോദിക്കുകയില്ല, ലം യസ്അൽ അവൻ ചോദിച്ചിട്ടില്ല, ഇസ്അൽ നീ ചോദിക്ക്. ഖറഅ അവൻ വായിച്ചു, യഖ്റഉ അവൻ വായിക്കുന്നു, ലൻ യഖ്റഅ അവൻ വായിക്കുകയില്ല, ഭാവിയിൽ ചെയ്യൂല. ലൻ യഖ്റ അവൻ ലം യഖ്റ അവൻ വായിച്ചിട്ടില്ല, ഇഖ്റ നീ വായിക്ക്. ഇനി മുളഅഫായിട്ടുള്ള ക്രിയകൾ, മുളാഫു എന്നും പറയട്ടെ, മുളാഫു മുളഅഫ്. അദ്ദ ഏയു അല്ലേ, അദ്ദ യഉദ്ദു, അതെ അവൻ എണ്ണി, യഉദ്ദു അവൻ എണ്ണുന്നു, ലൻ യഉദ്ദ അവൻ എണ്ണുകയില്ല, ലം യഉദ്ദ അവൻ എണ്ണിയിട്ടില്ല, ഉദ്ദ നീ എണ്ണ്. ഇനി ഷമ്മ അവൻ വാസനിച്ചു, യശമ്മു അവൻ വാസനിക്കുന്നു, ലൻ യശമ്മ അവൻ വാസനിക്കുകയില്ല, ലം യശമ്മ അവൻ വാസനിച്ചിട്ടില്ല. സുക്കൂനിൽ മുഖദ്ദറ. ഷമ്മ നീ വാസനിക്കും. ജദ്ദ, ജദ്ദ പറഞ്ഞാൽ പുതിയതായി, കാര്യം ഗൗരവമായി എന്നൊക്കെ അർത്ഥം കിട്ടും. ജദ്ദ. യജിദ്ദു, യജിദ്ദു പുതിയതാകുന്നു, ലൻ യജിദ്ദ പുതിയതാകുകയില്ല, ലം യജിദ്ദ പുതിയതായിട്ടില്ല, ജിദ്ദ നീ പുതിയതാക്കും. അത് സന്ദർഭം അനുസരിച്ചിട്ടൊക്കെ അർത്ഥത്തിൽ വ്യത്യാസങ്ങൾ വരും കേട്ടോ. പിന്നെ മുഅ്തലുൽ മിസാൽ വഖഫ യഖിഫു, ലൻ യഖിഫ, ലം യഖിഫ്, ഖിഫ് നീ നിർത്ത്. സ്റ്റോപ്പിനുള്ളോട്ട് കണ്ടില്ലേ, ഖിഫ് ഓക്കെ നീ നിർത്ത് എന്ന് പറയുമ്പോൾ. പിന്നെ മുഅ്തലുൽ ഐൻ അജ്വഫ്, ഖാല യഖൂലു, ലൻ യഖൂല, ലം യഖുൽ, ഖുൽ. ബാഅ യബീഉ, ലൻ യബീഅ, ലം യബി, ബിഅ. നാമ യനാമു, ലൻ യനാമു, ലം യനം, നം നീ ഉറങ്ങ്. ഇനി മുഅ്തലുൽ ലാം നാഖിസ്, മഷ നടന്നു, യംഷി നടക്കുന്നു, ലം യംഷിയ, ലം നംഷി, ഇംഷി. ഹദ്ഫി ഹർഫിലില്ല, ഇതിലെല്ലാം ഇല്ലത്തിൻ്റെ അക്ഷരം. ഏതിലെ മുലാരി മജ്സൂമിലും അംറിലും ഈ ഒരു കോളത്തിലുള്ളതെല്ലാം, ഈ ഒരു നാഖിസിലെല്ലാം പിന്നെ നൂനിനെ കളഞ്ഞിരിക്കണം. നസിയ യൻസ, ലൻ നസിയ, ലൻ നസിയ എന്നല്ലേ വരേണ്ടത്, ലൻ യൻസ, യൻസ ഇവിടെ എന്താ അത്, ലൻ യൻസ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ലൻ വന്നപ്പോൾ നസ്ബല്ലേ, അത് തഅസുറായതുകൊണ്ടാണ് കേട്ടോ, ഞാൻ ഫതഹ എന്താ വരാത്തതെന്ന് വിചാരിച്ചു. യാ അല്ലല്ലോ അവിടെ. ലൻ യൻസ, ലം യൻസ, ഇൻസ നീ മറക്ക്. നഹ വിരോധിച്ചു, യൻഹ, ലൻ യൻഹ, ലം യൻഹ, ഇൻഹ. ദഅ യദ്ഉ, ലൻ യദ്ഉ, ലം യദ്ഉ, ഉദ്ഉ. ലഫീഫ് മഖ്റൂന് ഖവ യക്വി, ലൻ യക്വി, ലം യക്വി, ഇക്വി. ലഫീഫ് മഫ്റൂഖ് വഖ യഖി, ലൻ യഖിയ, ലം യഖി, ഖി. ഖി നമുക്ക് ഓർമ്മ കൂ അൻഫുസക്കും അഹ്ലീക്കും നാറൊക്കെ ഓർക്കുക കേട്ടോ. ഓക്കെ ആണോ അതുവരെ എടുത്തത്? ഞാനില്ലേ, എല്ലാവരും പൗസായ? ടീച്ചർ ഇതിന്റെ യൂട്യൂബ്